Hi all. Class 9 chapter 5 I am up and down and round and round. അതിലെ സിമട്രീസ് ഓഫ് എ സർക്കിൾ ആ പോർഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലെ ഡെഫിനിഷൻ സർക്കിൾ എന്താന്ന് പറഞ്ഞു, പിന്നെ ലോക്കസ് പറഞ്ഞു, സെൻറ്റർ പറഞ്ഞു, റേഡിയസ് പറഞ്ഞു, ഡയമീറ്റർ കോഡ്. ഇനി സിമട്രീസ് ഓഫ് എ സർക്കിൾ ഈ പോർഷനിലെ draw a circle on the paper and cut along the circle. Fold the circular paper so that the boundaries overlap, then open it. You see a crease. It is a line of reflection symmetry of the circle. ഒന്നോടെയും പറയാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, പേപ്പറിൽ സർക്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സർക്കിളിൻ്റെ ആ ബൗണ്ടറി ഉണ്ടല്ലോ, ഇതിലേക്കൂടെ കത്രി വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് സർക്കുലർ പേപ്പർ അതിൻ്റെ മുകളിൽ ഒന്നിൻ്റെ ഇത് കറക്റ്റ് ഇതിനെ ഓവർലാപ്പ് ചെയ്ത് ഇവിടെ വരാൻ പാകത്തിന് വെക്കുക. എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ ഒരു വര കാണാൻ പറ്റും. അതെന്ന് പറയണതാണ് ലൈൻ ഓഫ് റിഫ്ലക്ഷൻ സിമട്രി ഓഫ് ദ സർക്കിൾ. ഇത് ഉറപ്പായിട്ടും സെൻറ്ററിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന ആ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ വരേനെ പറയുന്നതാണ് ഡയമീറ്റർ. ഇനി അടുത്തത് തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് ആണ്. വാട്ട് ആർ ദ റൊട്ടേഷണൽ സിമട്രീസ് ഓഫ് സ്ക്വയർ? നമ്മൾ സർക്കിളിൻ്റെ പഠിച്ചു. സർക്കിളിൻ്റെ അകത്ത് ലൈനോ സിമട്രീസ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്. ഇനി സ്ക്വയറിനെ സംബന്ധിച്ച് അതിൻ്റെ റൊട്ടേഷണൽ സിമട്രീസ് ഏതൊക്കെയാണ്? എവിടെ നിന്ന് കട്ട് ചെയ്താലും ഒരേ ആംഗിളിൽ തന്നെ വരുന്നത് ഏതൊക്കെയാണ്? ഹൗ മെനി ലൈൻ ഓഫ് റിഫ്ലക്ഷൻ സിമട്രി ഡസ് ഇറ്റ് ഹാവ്? ഇതിന് എത്ര ലൈൻ ഓഫ് റിഫ്ലക്ഷൻ ആണ് സ്ക്വയറിനുള്ളത്? വാട്ട് അബൌട്ട് എ റെഗുലർ പെൻറ്റഗൺ, എ റെഗുലർ ഹെക്സഗൺ? റെഗുലർ പെൻറ്റഗണിന് എത്രയുണ്ട്? റെഗുലർ ഹെക്സഗണിന് എത്രയുണ്ട്? ഈ റൊട്ടേഷണൽ സിമട്രി എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയറിന് 4 ഈക്വൽ സൈഡ്സും 4 90 ഡിഗ്രി ആംഗിൾസും ആണുള്ളത്. അതിൻ്റെ ലൈൻ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും 4 തന്നെയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ റൊട്ടേഷണൽ സിമട്രി എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും വരുന്നത്. ഒരു സ്ക്വയറിനെ കട്ട് ചെയ്യുക. ഇപ്പോൾ പേപ്പറിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചിട്ട് ഇതിപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ബിയും സിയും കൂടി ജോയിൻ ചെയ്ത് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഒരു ലൈൻ ഓഫ് സിമട്രി തന്നെ ആണ്. അത് കഴിഞ്ഞിട്ട് എയും ഡിയും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് കിടക്കുക. അപ്പോഴും ഒരു ലൈൻ ഓഫ് സിമട്രി കാണാൻ പറ്റും. പിന്നെ കറക്റ്റ് നടുക്ക് വെച്ച് എ ബിയുടെ ഓവർലാപ്പ് ചെയ്ത് സി ഡി വരാൻ പാകത്തിന് വെക്കുക. എ ബി ഓവർലാപ്പ് ചെയ്ത് സി ഡി വരാൻ നേരത്തെ ഇതിൽ കൂടെ ഒരു ലൈൻ ഓഫ് സിമട്രി പോണ കാണാൻ പറ്റും. അതുപോലെ തന്നെ എ സി ഓവർലാപ്പ് ചെയ്ത് ബി ഡി വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെയും ഒരു ലൈൻ ഓഫ് സിമട്രി കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്വയറിനെ സംബന്ധിച്ച് 4 ലൈൻ ഓഫ് സിമട്രി ആയിരിക്കും വരുന്നത്. റെക്റ്റാങ്കിളിന് 2 ലൈൻ ഓഫ് സിമട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ക്വയറിന് റൊട്ടേഷണൽ സിമട്രി എന്ന് പറയുന്നത് 4 വരുന്നത്. അപ്പോൾ ഓരോ അതിൻ്റെ അകത്ത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ വരുന്നത് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി ആയിരിക്കും വരുന്നത്. റിഫ്ലക്ഷൻ സിമട്രി എന്ന് പറയുന്നതും 4 ലൈൻസ് ആണ് വരുന്നത്. 2 ലൈൻ പോകുന്നത് ഏതിൽ കൂടെ ആയിരിക്കും? ഒന്നിങ്ങനെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നത്തെ 2 വരുന്നത് ഇങ്ങനെ ഡയഗണൽ ക്രോസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി അടുത്തത് പെൻറ്റഗണിനെ സംബന്ധിച്ച് അതിന് 5 സൈഡ്സ് ആണുള്ളത്. 5ഉം ഈക്വൽ. റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 ഈക്വൽ സൈഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ 5 ഈക്വൽ ആംഗിൾസും ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആയിരിക്കും. ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത് 108 ഡിഗ്രി ആയിരിക്കും വരുന്നത്. റെഗുലർ പെൻറ്റഗണിന് 5 റൊട്ടേഷണൽ സിമട്രി ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ പെൻറ്റഗൺ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് വരച്ചു നോക്കുക. വരച്ചു കഴിഞ്ഞിട്ട് ആംഗിൾ എടുക്കുമ്പോൾ ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആണ് എടുക്കേണ്ടത്. ഇവിടെ വരുന്ന ആംഗിളും 108 ഡിഗ്രി എടുക്കണം. ഇത് കറക്റ്റ് അല്ല. കറക്റ്റ് ഈ ഫിഗർ ആണ് വന്നത്. കാരണം ചെരിഞ്ഞു വരും. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും തന്നെ. കറക്റ്റ് നമുക്ക് 108 കിട്ടാൻ പാകത്തിന് ഇങ്ങനെ വരിക, ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഇതും 108 കിട്ടും. ഇങ്ങനെ ചെരിച്ചു വരയ്ക്കുമ്പോൾ ഇവിടത്തെയും 108, ഇതും 108, ഇതും 108, ഇതും 108. അപ്പോൾ പരസ്പരം മടക്കുമ്പോൾ 5 റൊട്ടേഷണൽ സിമട്രി ആയിട്ടായിരിക്കും വരുന്നത്. 72ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി റെഗുലർ ഹെക്സഗണിനെ സംബന്ധിച്ച് അതിന് 6 ലൈൻ ഓഫ് സിമട്രി ആയിരിക്കും വരുന്നത്. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എ ബി സി ഡി ഇ
എഫ്. ഇത്രയും പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇ ഡിക്ക് ഓവർലാപ്പായിട്ട് എ ബി വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് നടുക്കേക്കടെ പോകുന്ന ഒരു ലൈൻ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇനി ഇ ബി എ എഫും ഇവിടുത്തെ എ എഫും സി ഡിയും ഓവർലാപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബി ആയിരിക്കും അതിന്റെ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അങ്ങനെ വരച്ചു നോക്കുമ്പോൾ 6 വെർട്ടെക്സിനും 6 ലൈൻ ഓഫ് സിമെട്രി ആയിരിക്കും വരുന്നത്. ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അത് ഐഡന്റിക്കൽ ആയിട്ട് വരുന്നത് ഓരോ 60 ഡിഗ്രിയിലായിരിക്കും. 60 ഡിഗ്രി, 120 ഡിഗ്രി, 180 ഡിഗ്രി, 240, പിന്നെ 300, 360 അങ്ങനെയായിരിക്കും വരുന്നത്. 3 ഓപ്പോസിറ്റ് വെർട്ടീസസിലൂടെ പോകും, പിന്നെ 3 കറക്റ്റ് മിഡ് പോയിന്റിലൂടെ ആയിരിക്കും പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് കോഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 യൂണിറ്റ്. റേഡിയസ് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള ലോങ്സ്റ്റ് കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇസ് ദർ എ സ്മോളസ്റ്റ് കോഡ്? ഒരു സ്മോളസ്റ്റ് കോഡ് ഉണ്ടാവും. ഇപ്പൊ റേഡിയസ് 5 യൂണിറ്റ് ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? റേഡിയസിന്റെ ട്വൈസ് ആയിരിക്കും വരുന്നത്. 10 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. റേഡിയസ് 5 സെന്റിമീറ്റർ ആണ് വരുന്നതെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 10 ആയിരിക്കും വരുന്നത്. ഇത് റേഡിയസ് 5 സെന്റിമീറ്റർ, ഇവിടുത്തെ റേഡിയസ് 5 സെന്റിമീറ്റർ, മൊത്തം നോക്കുമ്പോൾ 10 സെന്റിമീറ്റർ. എപ്പോഴും ലോങ്സ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ ഡയമീറ്റർ ആയിരിക്കും വരുന്നത്. ഡയമീറ്റർ 2 ടൈംസ് റേഡിയസ് ആണ് വരുന്നത്. ഇനി സ്മോളസ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ ഉണ്ടാവുമോ? അങ്ങനെ അത് ഒരു സ്മോളസ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ ഉണ്ടാവൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോഡ് അങ്ങനെ പോയി ഏറ്റവും അടുത്തടുത്ത് വരും തോറും ഈ കോഡിന്റെ ലെങ്ത് കുറഞ്ഞു 0 ആയിട്ട് വരും. ഇതിപ്പോ ലോങ്സ്റ്റ് കോഡ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും ചെറുതായി, പിന്നെയും ചെറുതായി, പിന്നെയും ചെറുതായി, ഇങ്ങനെ ചെറുതായി 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 ഏറ്റവും അവസാനം കോഡിന്റെ ലെങ്ത് 0 ആവാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പം ക്ലോസസ്റ്റ് ഏറ്റവും ചെറുതാവും തോറും അതെന്തായിട്ട് മാറും? 0യിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഫ്രം എ ഗിവൺ പോയിന്റ് ഈസ് എ സർക്കിൾ. വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം 2 ഗിവൺ പോയിന്റ്സ്? ഇപ്പോൾ 2 പോയിന്റ് തന്നിരിക്കുകയാണ്, എയും ബിയും. ഈ 2 പോയിന്റിൽ നിന്ന് ഇക്യു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലോക്കസ് ഓഫ് പോയിന്റ്സിനെ പറ്റി എന്താണ് പറയാൻ പറ്റുന്നത്? ഇത് ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ എടുക്കാം. 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് മിഡില് 3 സെന്റിമീറ്റർ എവിടെയാണോ വരുന്നത് അവിടെ ആയിരിക്കും ഇക്യു ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. ഓയിൽ നിന്ന് ബി വരെയുള്ളതും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓയിൽ നിന്ന് എ വരെയുള്ളതും ഈക്വൽ ആയിരിക്കും. രണ്ടും 3 സെന്റിമീറ്റർ തന്നെയായിരിക്കും വന്നത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ത് തന്നെയായിരിക്കും? ഇതിനെ ഇപ്പൊ പി എന്ന് വിളിക്കുകയാണെങ്കിൽ എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇനി ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എ ക്യൂ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ക്യൂ ബി ഡിസ്റ്റൻസും സെയിം തന്നെയായിരിക്കും. ഇനി താഴെയാണ് ഒരു പോയിന്റ് എടുക്കുന്നത്, ആർ എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ നേരെ താഴെയാണ് വരുന്നതെങ്കിൽ എ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസും ആർ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം തന്നെയായിരിക്കും. ഇത് ജോയിൻ ചെയ്തുകൊണ്ട് നേരെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്ന് അറിയാലോ? കോമ്പസില് അല്ലെങ്കിൽ കോമ്പസിന്റെ ടിപ്പ് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് ഹാഫിൽ കൂടുതൽ ലെങ്ത്, ഇപ്പൊ 6 സെന്റിമീറ്റർ എടുക്കുന്നെങ്കിൽ എ ബിയുടെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു 4 3 കൂടുതൽ ഏത് ലെങ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ കോമ്പസിന്റെ ടിപ്പ് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർക്ക് വരും. എയിൽ കോമ്പസിന്റെ ടിപ്പ് വെച്ചിട്ട് പെൻസിലും കൊണ്ട് ക്യൂവിലും ആറിലും വരയ്ക്കും. അതുപോലെ തന്നെ ബിയിൽ കോമ്പസിന്റെ ടിപ്പ് വെച്ചിട്ട് ക്യൂവിലും ആറിലും വീണ്ടും ഒരു ആർക്ക് വരയ്ക്കും. ഈ 2 ജോയിൻ ചെയ്തുകൊണ്ട് വരുന്ന ലൈനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരുന്നത്. ഇത് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഈക്വൽ ഹാഫ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പൊ 2 പോയിന്റ് എയും ബിയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്ന ലോക്കസ് ഓഫ് പോയിന്റ്സിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ആ സെറ്റ് ഓഫ് പോയിന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇറ്റ് വിൽ ബി ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. ഇത് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. ആവശ്യമുള്ളവർ
പ്രൂഫ് പഠിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ നിർബന്ധമില്ല, ഇതിൻ്റെ പ്രൂഫ് ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ഒന്ന് അറിഞ്ഞിരുന്നേച്ചാൽ മതി. ഇപ്പം 2 പോയിന്റ് എയും ബി എന്ന് പറയണത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇങ്ങനെ ഒരു ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് എ ബി, ഇത് പി എന്ന് പറയുന്ന പോയിന്റ്. ഇതിൻ്റെ അകത്ത് എ പി എന്ന് പറയണതും ബി പി എന്ന് പറയണതും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒ എ എന്ന് പറയണത് ഒ ബി എന്ന് പറയണത് ഈക്വൽ ആയിരിക്കും. ഇക്യു ഡിസ്റ്റന്റ് ആണെന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് പി ക്യു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ച് വെച്ചാൽ മതി. എ പി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളും ബി പി ഒ എന്ന് പറയുന്ന 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ച് വെച്ചാൽ മതി. ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നിരിക്കുന്നത് തന്നെയാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഇവിടെ പി എ ഈസ് ഈക്വൽ ടു പി ബി ആയതുകൊണ്ട് അത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എ ഒ ഈക്വൽ ടു ബി ഒ യു ആണ്. പിന്നെ പി ഒ ഈസ് ഈക്വൽ ടു പി ഒ കോമൺ സൈഡാണ്. SSS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടും. കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലീനിയർ പെയർ അനുസരിച്ച് 180 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ആംഗിൾ എ ഒ പി എന്ന് പറയുന്നതും ആംഗിൾ ബി ഒ പി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടുകയും ചെയ്യും. ഓരോന്ന് എടുക്കുവാണെങ്കിൽ ഇത് 2 ഈക്വൽ ആയതുകൊണ്ട് 2 ടൈംസ് ആംഗിൾ എ ഒ പി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഒ പി എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 90 ഡിഗ്രി ആന്ന് കിട്ടും. ആംഗിൾ എ ഒ പി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി ഒ പി എന്ത് തന്നെയായിരിക്കും? ഇതും 90 ഡിഗ്രി തന്നെയായിട്ടായിരിക്കും വന്നത്. അപ്പോൾ ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടും. 2 ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പം 90 ഡിഗ്രി ആകുമ്പോൾ അത് പെർപെൻഡിക്കുലറും ആണ്. അതുപോലെ തന്നെ ഈക്വൽ ഹാഫ് ആയിട്ടത് കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പി ക്യു ബൈസെക്ട് എ ബി എന്ന് കിട്ടും. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ the locus of points equidistant from 2 given points is a perpendicular bisector of the line segment joining the 2 given points. ഏതെങ്കിലും 2 പോയിന്റ്സ് എയും ബിയും കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ളത് ഈ 2 പോയിന്റിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് വരുന്ന പോയിന്റ്സിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ്, ഹൗ മെനി സർക്കിൾസ്? Now that we have defined a circle and listed some of its properties, let us ask this question. Given 2 points A and B on a plane, how many circles pass through A and B? ഇപ്പോൾ ഒരു സർക്കിളിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഒരു പ്ലെയിനിൽ എയും ബിയും എന്ന് പറയുന്ന 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റിലൂടെ പോകുന്ന എത്ര സർക്കിള് വരയ്ക്കാൻ പറ്റും? ഹൗ മെനി സർക്കിൾസ് പാസ് ത്രൂ എ ആൻഡ് ബി? ഈ എ ബി എന്ന് പറയുന്ന ഈ 2 പോയിന്റിലൂടെ പോകുന്ന എത്ര സർക്കിൾസ് ഉണ്ടായിരിക്കും? ഹൗ മെനി സർക്കിൾസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് എന്നായിരിക്കും തന്നെ. കാരണം ഇങ്ങനെ വരയ്ക്കാം, വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇത് കറക്റ്റായിട്ട് പോയിട്ടില്ല. പോകുന്ന രീതിയിൽ ഇഷ്ടമാതിരി സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. If a circle passes through A and B, it has a center say O. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പോയിന്റിലൂടെ ഒരു സർക്കിൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് എന്തുണ്ടായിരിക്കും? സെന്റർ ഉണ്ടായിരിക്കും. ആ സെന്ററിന് O എന്ന് പേര് വിളിക്കാം. ദ ലെങ്ത് ഓഫ് ഒ എ ആൻഡ് ഒ ബി ആർ ഈക്വൽ. അതും അറിയാം. ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. കാരണം അതെന്താണ്? റേഡിയസ് ആയിട്ടായിരിക്കും വന്നത്. സെന്ററിൽ നിന്ന് സർക്കിളിലെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. Is there another point with this property? ഈ പ്രോപ്പർട്ടി ഉള്ള വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? യെസ്, ദ മിഡ് പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ് എ ബി. അതെങ്ങനെയാണ് വന്നത്? ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സർക്കിളിലൂടെ പോകുന്ന 2 പോയിന്റ്സിലൂടെ പോകുന്ന ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. O എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റിന്റെ കറക്റ്റ് നടുക്ക് കിടന്നു കഴിഞ്ഞാൽ
AO എന്ന് പറയുന്ന ലെങ്ത്തും BO എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. ഈസ് ദർ എനി അതർ പോയിന്റ് വിത്ത് ദിസ് പ്രോപ്പർട്ടി? ഈ പ്രോപ്പർട്ടി ഉള്ളതുണ്ടോ? ഉണ്ട്. ഏതായിരിക്കും? മിഡ് പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ് AB. AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ്. വിത്ത് ദ മിഡ് പോയിന്റ് ആ സെന്റർ. ഈ മിഡ് പോയിന്റിനെ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാലും അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? എയിലൂടെയും ബിയിലൂടെയും ആയിരിക്കും പോകുന്നത്. With the midpoint as center, a circle passing through A and B can be drawn. Its radius is the half the length of AB and AB is the diameter. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയസ് എന്ന് പറയുന്നത് ABയുടെ നീളത്തിന്റെ പകുതിയുമായിരിക്കും. മിഡ് പോയിന്റിനെ സെന്റർ ആയിട്ട് വെച്ച് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ആ ലൈൻ സെഗ്മെന്റ് AB എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ABയുടെ ഹാഫ് ആയിരിക്കും അതിന്റെ റേഡിയസ്. Are there more circles passing through both A and B? Clearly, any point equidistant from A and B can be the center of a circle passing through A and B. എയും ബിയും കൂടി കടന്നു പോകുന്ന വേറെയും സർക്കിൾസ് ഉണ്ടോ? വേറെയും സർക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. Clearly, any point equidistant from A and B can be the center of the circle passing through A and B. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഏത് പോയിന്റും എയും ബിയും കൂടി കടന്നു പോകുന്ന ഒരു സർക്കിളിന്റെ സെന്റർ ആകാം. ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി, എക്കും ബിക്കും ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും അതെന്ന് പറയണത് എന്തായിരിക്കും വരുന്നത്? Can be the center of the circle. സർക്കിളിന്റെ സെന്റർ ആകാം. Do you know of such points? We have seen that the perpendicular bisector of the line segment AB is the locus of point equidistant from A and B. അതിപ്പോൾ നമ്മൾ ചെയ്ത തിങ്ക് ആൻഡ് റിഫ്ലക്റ്റിൽ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സിന്റെ ലോക്കസ്. പഠിച്ചതല്ലേ? രണ്ട് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ഓഫ് പോയിന്റ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് വരുന്നത്. എവറി പോയിന്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ബി. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും, ഇതിപ്പം എച്ചോ എഫോ ഡിയോ ഏത് കൺസിഡർ ചെയ്താലും ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇത് പോയി എടുക്കുകയാണെങ്കിൽ സി ഒ എന്ന് പറയണതും ഒ ഡി എന്ന് പറയണതും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സി എഫ് എന്ന് പറയണതും എഫ് ഡി എന്ന് പറയണതും ഈക്വൽ ആയിരിക്കും വരുന്നത്. സി കെ എന്ന് പറയണതും കെ ഡി എന്ന് പറയണതും ഈക്വൽ ആയിട്ടേ വരുള്ളൂ. എവറി പോയിന്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ കിടക്കുന്ന ഏത് പോയിന്റ് എടുത്താലും അതെങ്ങനെയായിരിക്കും? ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. ഈ എയും ബിയിൽ നിന്നും അത് ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ സിയുടെയും ഡിയുടെയും കാര്യം പറഞ്ഞേ ഉള്ളൂ. ആൻഡ് എവറി പോയിന്റ് ദാറ്റ് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി ഈസ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇത് നമുക്ക് തല തിരിച്ചും പറയാം. എവറി പോയിന്റ് ദാറ്റ് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി, എയും ബിയിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റും എങ്ങനെയായിരിക്കും? അത് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ പോയിന്റ് തന്നെയായിരിക്കും. രണ്ട് രീതിയിലും പറയാം. പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റും എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ഏത് പോയിന്റും പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും. So the center of all the circles through A and B lie on the perpendicular bisector of AB. അതുകൊണ്ട് എയും ബിയും കൂടി കടന്നു പോകുന്ന എല്ലാ സർക്കിൾസിന്റെയും സെന്ററും എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ തന്നെയാണ്. ഈ എ ബി എന്ന് പറയുന്ന ഇതിലൂടെ വരയ്ക്കുന്ന ഏത് സർക്കിൾ എടുത്താലും അതിന്റെ സെന്റർ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ തന്നെ കിടപ്പുണ്ടാവും. ഇപ്പം ഇത് കൺസിഡർ ചെയ്യാന്നിരിക്കട്ടെ. ഈ സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ ഒ ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ തന്നെ കിടക്കണ്ടാവും. ഇനി ഇങ്ങനെ ഒരു സർക്കിൾ, അടുത്ത സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇ ആണെങ്കിൽ ഈ എവിടെയായിരിക്കും കിടക്കുന്നത്? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. വേറെ ഒരിടത്തും അതിനെ മാറി പോകാൻ പറ്റില്ല.
ഇനി അടുത്തത് ഫിഗർ 5.4 ആണ് പറഞ്ഞിരിക്കുന്നത്. We see circles through points A and B and through C and D and the perpendicular bisector of CD. Every point on the perpendicular bisector is the center of a circle passing through C and D. So we have circles with centers K, J and L containing the points C and D. ഇവിടുത്തെ പോയിന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കെ, ജെ, എൽ ഇതെല്ലാം എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ്. ഇതെല്ലാം ഏതിൽ കൂടെ തന്നെയായിരിക്കും പോകുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ കൂടെ തന്നെയായിരിക്കും പോകുന്നത്. ഫിഗർ 5.4 എയും ബിയും കൂടി കടന്നു പോകുന്ന സർക്കിൾസ്, അതുപോലെ തന്നെ സിയും ഡിയിലൂടെയും കടന്നു പോകുന്ന സർക്കിൾസ്, കൂടാതെ സി ഡിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും നോക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റും പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ, ജെ, എൽ അതെന്ന് പറയണത് എങ്ങനെയാണ് വന്നത്? സിയും ഡിയും കൂടി കടന്നു പോകുന്ന ഒരു സർക്കിളിന്റെ സെന്റർ ആണ്. ഇതെല്ലാം സർക്കിളിന്റെ സെന്റർ ആണ്. അതുകൊണ്ട് കെ, ജെ, എൽ എന്നീ സെന്ററുള്ള സർക്കിൾസ് കിട്ടുന്നുണ്ട്. അവയിൽ എല്ലാം സിയും ഡിയിലെയും പോയിന്റ്സ് ആയിരിക്കും കിടക്കുന്നത്. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ല തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി സർക്കിൾസ് പാസ് ത്രൂ 2 points ഓൺ എ പ്ലെയിൻ? ഒരു പ്ലെയിനിലെ 2 പോയിന്റ്സിലൂടെ എത്ര സർക്കിൾസിന് പോകാൻ പറ്റും? ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസിന് 2 പോയിന്റിലൂടെ പോകാൻ പറ്റും. കാരണം സെന്റർ എവിടെ വേണമെങ്കിലും വരാം. പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ എവിടെ വേണമെങ്കിലും സെന്റർ വരാവുന്നതുകൊണ്ട് അത് കണക്ട് ചെയ്തുകൊണ്ട് 2 പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കണ്ടോ, സി ഡി എന്ന് പറയണതും എ ബി എന്ന് പറയണതും 2 പോയിന്റ് ആണ്. അതിലൂടെ പോകുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് വരയ്ക്കാൻ പറ്റും. കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ എവിടെ സെന്റർ വരച്ചിട്ട് ജോയിൻ ചെയ്താലും ഒരു സർക്കിള് നമുക്ക് സിയിലൂടെയും ഡിയിലൂടെയും പോകുന്ന എത്ര സർക്കിൾ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ദർ സർക്കിൾസ് ഓഫ് ഓൾ പോസിബിൾ റേഡിയൈ പാസിംഗ് ത്രൂ എ ആൻഡ് ബി? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോളസ്റ്റ് സർക്കിൾ പാസിംഗ് ത്രൂ എ ആൻഡ് ബി? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സർക്കിൾ പാസിംഗ് ത്രൂ എ ആൻഡ് ബി? എ ബി എന്ന 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള റേഡിയസ് ഉള്ള സർക്കിളുകളും ഉണ്ടോ? എല്ലാ രീതിയിലും ഇപ്പോൾ 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിൾസ് എ ബിയിലൂടെ പോകുമോ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോളസ്റ്റ് സർക്കിൾ? ഏറ്റവും ചെറിയ സർക്കിളിന്റെ റേഡിയസ് ഏതാണ്? എയും ബി എന്ന് പറയണ 2 പോയിന്റ്, ഇപ്പൊ എ ബി എന്ന് പറയണ 2 പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇതിലൂടെ പോകുന്ന സ്മോളസ്റ്റ് സർക്കിളിന്റെ റേഡിയസ് ഏതാണ്? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സർക്കിൾ പാസിംഗ് ത്രൂ എ ആൻഡ് ബി? എയിലൂടെയും ബിയിലൂടെയും പോകുന്ന ലാർജസ്റ്റ് സർക്കിളിന്റെ റേഡിയസ് എന്താണ്? എല്ലാ റേഡിയസിലെയും പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റേഡിയസിലൂടെയും ഇതിലൂടെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പം ഒരു 9 സെന്റിമീറ്റർ ഇവിടെയാണ് ഞാൻ ഒരു റേഡിയസ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിലൂടെ പോകാന്ന് വെച്ചാൽ